വെള്ളത്തിന്റെ ഫോഴ്സ് എന്താണെന്നൊക്കെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് അതിൽ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ വീട്ടിലൊന്ന് പോകാൻ വിചാരിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കരുവാരക്കുണ്ട് കേരള സ്റ്റേറ്റ് റോഡിൽ ബാന്ദ്ര എന്നുള്ള സ്ഥലത്താണ്. ഇപ്പോൾ നിൽക്കുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പഴയകാല പാലത്തിൻ്റെ മേലെയാണ്. അതിൻ്റെ താഴെക്കൂടെ നമ്മുടെ ചെറിയ ഒരു പുഴയുടെ ഉത്ഭവം വേണമെങ്കിൽ പറയാം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫോഴ്സിലാണ് ഇപ്പോൾ ഈ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. സോ എല്ലാവർക്കും മോട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ചെറിയ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത നല്ല രീതിയിൽ ആ ഒരു കല്ലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്ര ക്ലിയർ ആണ് വെള്ളം. ആ ചെറിയൊരു പച്ച കളറിലൊക്കെ നമുക്ക് അവിടെ വെള്ളത്തിൻ്റെ ഇത് കാണാം. സൈഡിലൊക്കെ നല്ല രീതിയിൽ ആയുണ്ടാവും. അവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഒലിച്ചു പോകുന്ന നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സൗണ്ടും അത്ര നല്ല സൗണ്ടായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ കല്ലുകളുടെ കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഈ പാലത്തിൽ നോക്കുകയാണെങ്കിൽ കൈവരി കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ ഒരു കോലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇതാ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് അത്ര നല്ല രീതിയിൽ ഒലിച്ചു പോകുന്നത്. ഇവിടുത്തെ ചാടി എന്തായാലും ഒലിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ നമുക്ക് വലിയ ആയം തോന്നുന്നില്ല, പക്ഷേ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ആയം തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്നല്ല കാഴ്ച. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ അല്ല പാലം ഒഴുകി വരുന്നത് പോലെയാണ് നമ്മുടെ ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത്. ആ മേലെ നമുക്ക് മലകളും കാര്യങ്ങളൊക്കെ അവിടെ കോട മൂടി എടുക്കുന്നത് കാണുന്നുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യം അതാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു കാഴ്ചയാണ് തന്നെ ഭയങ്കര. ഇവിടെ നല്ല രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് പോയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മരത്തിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നല്ല രീതിയിൽ വെള്ളം ഒലിച്ച് പോയിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് വലിയ മലവെള്ളപ്പാച്ചിലൊക്കെ വരുമ്പോഴാണ് ഈ വെള്ളത്തിന്റെ ആ ഒരു ഗാംഭീര്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. പല ഏരിയസായി ഇവിടെ വേറെ കാഴ്ച, ഈ സൈഡിലേക്ക് വേറെ, ആ സൈഡിലേക്ക് വേറെ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. നമുക്ക് സൗണ്ടൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമല്ല. ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കേൾക്കണം. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗം എങ്ങനെയാണ്, നമ്മൾ ഈ സൈഡിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങി വരാനുള്ള ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സൂക്ഷിച്ചു വരണം. ഇവിടെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ പാലത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ പഴക്കമുള്ളൊരു പാലത്തിൻ്റെ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഈ വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ ഒലിച്ചു പോകുന്ന കാണുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 5:15. ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം ഇനി മഴവെള്ളം വരും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ. ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം അവിടെയൊക്കെ നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം ഒഴുകി പോണത്. കാണാൻ തന്നെ വേറെ രസമാണ്. പോയിക്കാൻ അങ്ങോട്ട് പോകല്ലേ, ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല.
പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല ആയങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, ഇവിടെ അത്യാവശ്യം നല്ല ആയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇവിടുത്തെ ആ ഒരു ഫ്ലോ നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വെള്ളങ്ങളൊക്കെ, പക്ഷേ നല്ല ഒഴുക്കുണ്ട്. വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന നേരം, കാരണം നല്ല രീതിയിൽ നല്ല ഫോഴ്സിലാണ് വള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ആ ഒരു നാച്ചുറൽ, കാരണം കലക്കല്ലാത്ത വെള്ളമാണ്. കാരണം മലയിലൊക്കെ ചെറിയ ഉറവെള്ളം വരുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു വെള്ളം ഇവിടെ കാണാൻ കഴിയുന്നത്. മീൻസ് നല്ല രസമുണ്ട്. കാരണം ഇവിടെയൊക്കെ തെളിഞ്ഞ രീതിയിൽ നല്ല കാണാം. ഇവിടെ നമ്മളെ ക്യാമറയിൽ കാണുന്നതും അതുപോലെ നേരിട്ട് കാണുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല ഒഴുക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എത്ര പെട്ടെന്നാണ് നമ്മളെ മലവെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഉള്ളത്. ഇതാണ് ആ ഒരു ഇവിടെ ഉള്ള വ്യൂ. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ആയുണ്ട്. അതിനിവിടെ നമ്മൾ നിൽക്കുന്നത് തന്നെ നല്ല രീതിയിൽ വൈക്ക് വീഴാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര വീഡിയോ എടുത്താലും പല കാഴ്ചകളാണ്, നിർത്താൻ തോന്നൂല. അത് വേറെ കാര്യമാണ്. കാരണം ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ കാണാൻ രസമുള്ളൊരു സംഭവം കൂടിയാണ്. ഈ ആ ഒഴിഞ്ഞു പോകുന്ന ചെറിയ ചെറിയ ബബിൾസ് മാതിരി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കാണണം. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ നമുക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വല്ലാതെ അതിന് നിൽക്കണില്ല, വലിയ ഇതിലേക്ക് നമ്മൾ മുതിരണില്ല. ഇപ്പൊ നമ്മളെ കൂടെ വന്ന നമ്മളെ സുഹൃത്തുക്കളാണ്. ഒന്ന് ഫാസില്, മറ്റേ അസ്ലമ്. നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചർ ഏരിയയിലാണ്. ഇനി മതി, ഇനി പോരെ. ഇത് നമ്മൾ 10x ഇപ്പോൾ സൂം ചെയ്താണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻറ്റയർലി മാറിയിട്ടുണ്ട് നമ്മുടെ കാഴ്ചകൾ. കാരണം 0.6-ലും 1-ലും 3-ലും എടുക്കാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്കിപ്പോൾ 10x നമ്മളെ ഈ ഒരു ക്യാമറ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ ചാടുന്നുണ്ട്. അവിടെ എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോവാം. നല്ലൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷമാര് ഇവിടെ ഇതാ, ചെറിയൊരു മരങ്ങളൊക്കെ നമ്മളെ പാറക്കൂട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ മോർപ്പൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിർമ്മിച്ച ആളാണ്. അയാളുടെ പേര് മോർപ്പൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ആ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒന്നും കാണുന്നുണ്ട്. എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാവും ആ ഒരു എഴുത്തിന് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണാം. നല്ല രീതിയിൽ നല്ല കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾ ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് 10-25 വർഷത്തിൻ്റെ മേലേക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു വയസ്സ് നമുക്ക് കണക്കാക്കാം. മഴ ചെറുതായ രീതിയിൽ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൂടി വരികയാണ്. കാരണം എത്ര പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് മലവെള്ളം ഒലിച്ചു വരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ നമ്മളിതാ ഇവിടെ മറ്റേ സൈഡിൽ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തിലാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാനും തവിട പൊടി അപ്പോൾ ആ ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത്. മീൻസ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ആയുണ്ട്. മഴ പെയ്ത് വരുന്നുണ്ട്. അത് നമ്മൾ വല്ലാതെ അങ്ങോട്ട് കയറുന്നില്ല. ഞാൻ ഇവിടെ ചെറിയ നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്, എന്നാലും അതുകൊണ്ട് കാര്യമില്ല. എന്താണ് ഇവിടുത്തെ എല്ലാവരും കാഴ്ച. വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്താണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് അതിൽക്കൂടെ അങ്ങനെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആ സൈഡിലോട്ട് പോവുകയാണ്. അവിടെ ആളുകളൊക്കെ ചാടുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ്. ഞാൻ ആ വെള്ളം ഒഴുകി വരുന്ന ആ സൗണ്ടൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. റബ്ബർ എസ്റ്റേറ്റുകളാണ് കാര്യമായിട്ട് ഈ ഒരു ഏരിയയിൽ ഉള്ളത്.
നമ്മളവിടുന്ന് കയറി ഇനി ആ ഒരു കാടിൻ്റെ ഫീല് ഇവിടെ കിട്ടുന്നുണ്ട്. റബ്ബർ തോട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ സൈഡിലൂടെ നമുക്കൊന്ന് നടന്ന് പോയിട്ട് കാണണം എന്താണ് എങ്ങനെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. അതും കൂടെ ഒന്ന് പോയി നോക്കാം. ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിട്ടോ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റൂട്ടിന് വന്നത്. നമ്മളെ സുഹൃത്തുക്കൾ വെറുതെ ഇരുന്നപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. നമ്മുടെ കൂടെയുള്ള ഫാസിലിൻ്റെ തറവാട് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ്. ഞാനങ്ങനെ വലിയ അപകട മേഖല വെച്ചാലാണ്, കാരണം അത്രത്തോളം പഴക്കമുള്ളൊരു പാലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലാണ്. അത്യാവശ്യം വയസ്സെന്തായാലും കാര്യങ്ങളും അതിനുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിനി പോണത് അവിടെ ഇറങ്ങി പോകാനുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. നമ്മളെന്തായാലും ഇറങ്ങുന്നില്ല, കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. വെള്ളപ്പാച്ചിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളൊരു ഇതുണ്ട്. ഇവിടെ ഒരുപാട് എസ്റ്റേറ്റ് ലയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ആളുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ കാണാനും ആ സൗണ്ടൊക്കെ നല്ല രസമാണ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടിന് കുറച്ച് ഭീകര രൂപം ഉണ്ടാവും. ഇവിടെയൊക്കെ ഒഴുക്കുണ്ട്, അത് നമുക്കിവിടെ കാണുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. കാരണം ഈ സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആയുണ്ട്. പിന്നെ അവിടെ നമുക്ക് ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് അവിടെയൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാണാൻ രസം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഏരിയയാണ് കൂടുതൽ കാണാൻ രസമുള്ളത്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പതിച്ചു പോകുന്നത് കാണാൻ വേറെ രസമാണ്. കാരണം ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു രസം വേറെ തന്നെയാണ്. പിന്നെ ആ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് അവിടെ പോകുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ കുറച്ച് ആയുള്ള ഭാഗമുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ 100 മീറ്റർ താഴത്താണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു പായുള്ളത്. ആ വലിയ പാറക്കെട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുമ്പ് ചിലപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന് അടിയുന്നതാണ് ഈ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ. ഈ പാറകളിലൊക്കെ നമുക്ക് ഒരുപാട് രൂപവ്യത്യാസങ്ങളൊക്കെ കാണാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മരം ഉണ്ടല്ലോ, ആ ലെവലിൽ നമുക്കിവിടെ വെള്ളം വന്ന് പോകുന്നുണ്ട്. അത് നമുക്ക് ആ രണ്ട് കളേഴ്സ് നോക്കിയാൽ മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. കാരണം അത്രയും നല്ല ഹൈറ്റിൽ വെള്ളം പോകുന്നത്. നമ്മളൊരു സുഹൃത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഒരു വീഡിയോയിലൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവരിത് എന്തിനുള്ള പരിപാടിയാണ്? നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇറങ്ങണമെന്നൊക്കെ തോന്നും, പക്ഷേ നീന്തൽ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ആ ഒരു ഇതിൽ നിൽക്കുന്നില്ല. അങ്ങോട്ട് എത്തിക്കിട്ടണം, അതാണിപ്പോൾ ഇല്ല ആ ഒരു ടാസ്ക്. കാരണം ഇവിടെ കാല് വെച്ചാൽ പോയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് അവിടെ കാണുന്നുണ്ട്. കല്ലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലെ പണിക്കാരാണ്. പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മലവെള്ളപ്പാച്ചിലിനൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഏകദേശം സെൻട്രൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ നല്ല തണുപ്പ്. എന്തായി കൺസ്ട്രക്ഷൻസ് ഒക്കെ എന്തായി, നടക്കുവോ? അല്ല നടക്കുവോ? ഇതേപോലെ നമ്മൾ നോക്കിയതിൻ്റെ ഒരു ഗെയിമില്ലേനോ എംആർ കൺസ്ട്രക്ഷൻസിലെ? അസ്ലമിനെ കൂടെ കഴിച്ചില്ല? അസ്ലമേ
അസല അതിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കറെ ഒരു വലിയൊരു എഞ്ചിനീയറെ ഞാൻ എന്നെ കാണുന്നുണ്ട്. എന്താണ് അസ്ലമേ? ആയി ആളെ കൊണ്ട് കഴിഞ്ഞ പോലെ അമിതമായി ഭാരം ഒന്നിനും കൊടുക്കാൻ പാടില്ല. താഴത്തുള്ള കപ്പാസിറ്റി എന്താ നോക്കിയിട്ട് വേണം മേലെ കൊടുക്കാന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണം അമ്പാനെ, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ അപ്പോ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതിന് അവിടെ ആ സൈഡിലാണ് നമുക്ക് ആളുകളൊക്കെ ചാടുന്ന നമുക്ക് അവിടെ കാണാം. ഒന്ന് ഇരുന്ന് കുളിച്ചു പോകാനൊക്കെ പൂതിയുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ആ ഒരു എത്ര നിലയാണ്? 1 2 3 4 5 6 7 8 9 10 നിലയുള്ള കെട്ടിടം ഇവിടെ ഈ ഒരു ഒഴുകി പോകുന്ന എന്താണ് പുഴ എന്നാണ് പറയല്ലേ, പുഴയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മാസ്റ്റർ പെയിന്റ് ഇയാളാണ്. കാണുന്നതെല്ലാം പൊന്നല്ല എന്നതുപോലെ കാണുന്നതല്ല കാഴ്ചകൾ. അസ്ലം ഒരു സകലകലാ വല്ലഭനാണ്. അപ്പൊ ഇല്ല ജയന്റെ അടുത്തൊക്കെ ആയിട്ട് വരില്ലേ? ഓക്കെ. അങ്ങനെ ഇവിടെ വീണ്ടും നമ്മൾ അസ്ലം കൺസ്ട്രക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാസിൽ ഫോട്ടോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കാണാൻ ഇറങ്ങാം, പക്ഷെ അത് നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി നോക്കിയിട്ട് വേണം ഇറങ്ങാനുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ മലകളിലൊക്കെ നമുക്ക് മഴ പെയ്യുന്നതും കുടം മൂടുന്നതും മറ്റേ മഴക്കാർ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മളൊരു വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടില്ല. കാരണം മലവെള്ളപ്പാച്ചിൽ ഉള്ളൊരു ഏരിയ കൂടിയാണ് ഇവിടെ. അത് പെട്ടെന്നായിരിക്കും നമുക്ക് മലവെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതാണ്. നമ്മളെ ഈ ഒരു മലവെള്ളപ്പാച്ചിൽ ആളുകൾ ഒഴിച്ചു പോകുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കണം. നമ്മളെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഒരു കാരണവശാലും ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ വേസ്റ്റ് ആയിട്ട് ഇവിടെ ഇടാൻ പാടില്ല. അതായത് ചെറിയൊരു കവറോ എന്തെങ്കിലും കാണുന്നുണ്ട് അതിൽ തന്നെ ഇട്ടാണ്ട് കൊണ്ടുപോകണം. അതെനിക്ക് പറയാനുള്ളത്. കാരണം പ്രകൃതി ഇങ്ങനെയാണ്. നമ്മളായിട്ട് അത് ഒരു കാരണവശാലും കേട് വരുത്താൻ നിൽക്കരുത്. അതെനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിന്റെ സൗണ്ടൊക്കെ എപ്പോൾ കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ ഒരു 7 8 മണിയൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് അവിടെ വന്ന് ഇരിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ, മറ്റേ വെള്ളച്ചാട്ടം, മറ്റ് ട്രാവല്, മറ്റ് ഓട്ടോമൊബൈൽ എല്ലാ വീഡിയോസായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.